കർത്താവിന് സ്തോത്രം. എല്ലാ ദൈവമക്കളെയും യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാ ദൈവമക്കളെയും വന്ദനം ചെയ്യുന്നു. നമ്മൾക്ക് ഇന്നൊരു സൺഡേയും കൂടെ കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് നല്ലൊരു അവസരം തന്നു. അതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഇൻ്റർനാഷണൽ വുമൻസ് ഡേ ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എസ്തേറിൻ്റെ ചരിത്രം പഠിച്ചു. ഇന്ന് വുമൻസ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് എസ്തേറിൻ്റെ ബാക്കി ചില ബൈബിൾ മിസ്റ്ററിയും കൂടെ നമുക്ക് പഠിക്കാം. ദൈവവചനത്തിൽ കൂടെ നമുക്ക് കേൾക്കാം. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇത് എഴുതിയെടുക്കണം. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതല്ല, ഇത് അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ്. നിങ്ങളിത് ആഴത്തിൽ ചിന്തിച്ചെങ്കിലും എൻ്റെ കൂടെ വന്നെങ്കിലേ ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ഗ്രഹിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞായിരുന്നു 8 രീതികളിൽ ബൈബിൾ പഠിക്കാം. 8 രീതികളിൽ. ഒന്ന് സ്പിരിച്വലി, ഒന്നാമത് സ്പിരിച്വലി, ജിയോഗ്രാഫി, ജീനിയോളജി, ഓർക്കുന്നുണ്ടോ? പ്രൊഫറ്റിക്കലി, ഹിസ്റ്റോറിക്കലി, കൾച്ചർ ആൻഡ് ബാക്ക്ഗ്രൗണ്ട്, ന്യൂമറിക്കലി, ദെൻ സയൻറ്റിഫിക്കലി. 8 രീതികളിൽ ബൈബിൾ പഠിക്കാം. അപ്പോൾ ഈ വിഷയം അങ്ങോട്ട് ഒരു അധ്യായം തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഓപ്പണായി കിട്ടും. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള അറിവില്ലെങ്കിൽ, ഒരു ബേസ് ഇല്ലെങ്കിൽ നിങ്ങൾക്കിതൊന്നും കാണാൻ പറ്റത്തില്ല. ഇന്നലെ രാത്രിയിൽ ഞാൻ ഓരോ ആൾക്കാരോട് സംസാരിക്കുക, ദൈവവചനത്തെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ ഈ വിഷയം ഇതൊരു നിങ്ങൾ കണ്ട ഒരു 5 പേജുണ്ട്, 5 or 6 പേജുണ്ട്. എത്ര പേജുണ്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഏകദേശം 5 പേജുണ്ട്. ഇത് ഏകദേശം ഇത്രയും ഞാൻ ചെയ്തെടുക്കാൻ 10 മണിക്കൂർ ഞാൻ ദൈവസനിൽ സ്പെൻഡ് ചെയ്ത. 10 മണിക്കൂർ ദൈവസനിൽ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ചെയ്തെടുത്തത്. ഇന്നലെ രാത്രിയിൽ 1:30 വരെയോളം ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ അതുപോലെ ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ നോക്കിക്കേ, നമ്മൾ എവിടെ വരെയാ പഠിച്ചതെന്നുള്ളത് ഒന്ന് നോക്കിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ പഠിച്ചതല്ലേ, അത് കഴിഞ്ഞ് നമുക്ക് എഴുതി കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ്. ഓക്കെ, ഹദാഷയുടെ ചരിത്രങ്ങൾ നമ്മൾ കണ്ടു. ഈ ചരിത്രങ്ങളെല്ലാം നമ്മളുണ്ട്. കിങ് ഓഫ് സേറസ് അല്ലെങ്കിൽ അഹശ്വേരോഷ് എന്ന് പറയുന്നത് പേർഷ്യൻ എംപയർ. ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്തുവാണ്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാം നമ്മൾ പഠിച്ചതാ. മിസ്റ്ററീസ് ഓഫ് എസ്തേറിൻ്റെ കാര്യങ്ങളെന്തോ ഏകദേശം 20ാമത്തെ വയസ്സിലാണ് ആ മകളെ കൊണ്ടുപോകുന്നത്. എസ്തേർ രാജ്ഞിയാകുന്നത് എപ്പോഴാണ്? ക്യൂൻ വസ്തി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയാതിരുന്ന ഒരു കാര്യമാണ്. ക്യൂൻ വസ്തിയുടെ ഒരു ഡീറ്റെയിൽ ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോവാം. ഞാൻ ക്യൂൻ വസ്തിയുടെ ഒരു നല്ല ഭാഗം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. പക്ഷെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ മിദ്രാഷിൽ കൂടെ, മിദ്രാഷ് എന്ന് പറഞ്ഞാൽ ഹീബ്രു കൾച്ചറിൽ കൂടെ, ചരിത്രങ്ങളിൽ കൂടെ റബ്ബിമാർ എഴുതിയേക്കുന്ന പഠിപ്പിച്ചേക്കുന്ന അത് ഞാൻ വായിക്കുമ്പോൾ ഞാൻ കാണുക ഈ വസ്തിയെക്കുറിച്ചുള്ള ചരിത്രം നിങ്ങളിവിടെ നിന്ന് വായിച്ചു നോക്കിയാൽ, കിങ് സൈറസ് ഗേവ് ദ പെർമിഷൻ to the Jews to rebuild the temple. Several years later, the non-Jewish locals slandered the Jewish builders before Cyrus' successor, Ahasuerus. The വായിച്ചു നോക്കി, Vasti personally convinced her husband to force them to stop. ആലയത്തിൻ്റെ പണി കിങ് സൈറസ് പെർമിഷൻ കൊടുത്തു, ദാരിയാവേഷ് പെർമിഷൻ കൊടുത്തു നടക്കാൻ. പക്ഷേ ഈ വസ്തി ബാബിലോണിലെ ബെൽസസർ രാജാവിൻ്റെ മകളാണെന്ന്. വസ്തി ആരുടെ മകളാണെന്നറിയാമോ? വസ്തി മേദ്യ പേർഷ്യ രാജ്യക്കാരിയല്ല. അവൾ ബാബിലോണിലെ രാജാവായ ബെൽസസറിൻ്റെ മകളായിരുന്നെന്നാണ് ചരിത്രം പറയുന്നത്. ബെൽസസറിൻ്റെ മകളായിരുന്നു. പക്ഷേ ഈ മകളെ പിന്നീട് വന്ന സമയത്ത് അഹശ്വേരോഷ് രാജാവ് കല്യാണം കഴിച്ചു, ആ രാജ്യത്തിൻ്റെ ഒരു പേര് നിലനിൽക്കാൻ. അപ്പോൾ ഇവൾക്ക് ഈ യഹൂദന്മാരോട് ദേഷ്യമാണ്. എൻ്റെ പിതാവ് പിടിച്ചുകൊണ്ട് വന്ന ഇവരുടെ ആലയത്തിലെല്ലാം എടുത്തുകൊണ്ട് വന്ന് തകർത്ത് കളഞ്ഞു. ഇനി അവരോട് ദയയും ദാക്ഷിണ്യം ഒന്നും കാണിക്കണ്ട. അഹശ്വേരോഷ് രാജാവ് പെർമിഷൻ കൊടുത്തു. അഹശ്വേരോഷ് രാജാവ് മേദ്യ പേർഷ്യ രാജ്യത്തിൻ്റെ ആളാണ്. പക്ഷേ പെർമിഷൻ കൊടുത്തിട്ടും വസ്തി രാജ്ഞി അത് പേഴ്സണലി അഹശ്വേരോഷിനോട് പറഞ്ഞു. കാരണം വസ്തി ആരുടെ ഭാര്യയായിരുന്നു? ക്യൂനായിരുന്നു. അഹശ്വേരോഷിൻ്റെ ക്യൂനായിരുന്നു. പേഴ്സണലി കൺവിൻസ് ചെയ്തിട്ട് ആലയത്തിൻ്റെ പണി സ്റ്റോപ്പ് ചെയ്യുകയും എബ്രായ സ്ത്രീകളെ ഉപദ്രവിക്കാനും കൂടെ, അവരെ ഉപദ്രവിക്കുക എന്ന് തന്നെ ആ വേർഡ് പറയണം. കാരണം ആ ഷബ്ബാത്ത് എന്ന് പറയുന്ന ചരിത്രമാണ്, ഞാൻ അതിൻ്റെ സൈറ്റും കൊടുത്തിട്ടുണ്ട്. ഷബ്ബാത്തിനകത്ത് പറയുന്നത് ഇസ്രയേൽ പെൺകുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാനും കൂടെ. കാരണം ബാബിലോണിയ ദേഷ്യം,
ബാബിലോണിയ വൈരാഗ്യം വസ്തി രാജ്ഞി സ്ഥാനഭ്രംഷ്ടയാക്കിയത് യഹോവയുടെ ആലയത്തിൻ്റെ പണിയെ തടഞ്ഞതുകൂടെ കൊണ്ടാണ്. ഒരു ഭാഗം നല്ല ഭാഗമുണ്ട്, മറുഭാഗം എന്തോ ഞാൻ പറഞ്ഞേ, ആലയത്തിൻ്റെ പണിയെ തടഞ്ഞു. അതുകൊണ്ട് ദൈവം അവളെ താഴെ കളഞ്ഞത്, ദൈവം അവളുടെ സ്ഥാനത്തെ ഭ്രംഷ്ടയാക്കിയത്. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ജനത്തെയും ദൈവത്തിൻ്റെ ആലയത്തെയും കയറി തൊടരുത്. ആരും കയറി തൊടരുത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എന്തുകൊണ്ടാണ് നെബൂഖദ്നേസർ രാജാവും ബാബിലോണി കിങ്ഡം എല്ലാം തകർന്നു പോയേ? നെബൂഖദ്നേസർ രാജാവ് അതിൻ്റെ പ്രൈം ടൈമിൽ ഇരിക്കുമ്പം നെബൂഖദ്നേസർ രാജാവിനെ കാട്ടിക്കൊണ്ടുപോയി 7 വർഷം പുല്ല് തിരിച്ചു കർത്താവ്. എന്തിനാണെന്നറിയാമോ? സകല രാജ്യത്വത്തിൻ്റെ മീതെയും മഹാരാജാവ് വാഴുന്നത് നീ മനസ്സിലാക്കാനും. കാരണം നീ യഹോവയുടെ ആലയത്തിലെ സാധനം നിനക്ക് തന്നപ്പോൾ നീ ഓർത്ത് ദൈവം നിന്നെക്കാട്ടിലും വലുവനാണ്. അല്ല, ദൈവം ജനത്തെ ശിക്ഷിക്കാൻ നിൻ്റെ അടുക്കലോട്ട് വിട്ടതാ. പക്ഷെ നിന്നെ കൂടെ പാഠം പഠിപ്പിച്ചു. നെബൂഖദ്നേസറിനെ പുല്ല് തീറ്റിച്ചു. 7 വർഷം പുല്ല് തീറ്റിച്ചു. അത് കഴിഞ്ഞ് ദൈവത്തിന് റിസ്റ്റോർ ചെയ്യാൻ പറ്റും, മാറ്റാനും പറ്റുമെന്നുള്ള തെളിവാണ് കേട്ടോ. മാറ്റാനും പറ്റുമെന്നുള്ള തെളിവാണ്. അപ്പോൾ നോക്കിയേ, വസ്തി രാജ്ഞിയുടെ ചരിത്രം. ഇവിടെ വസ്തിയുടെ ചരിത്രങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഡീറ്റെയിൽസ് ഓഫ് എസ്തേറിൻ്റെ ചരിത്രങ്ങൾ. എസ്തേറിൻ്റെ ചരിത്രങ്ങൾ ഇവിടെ എല്ലാം ഞാൻ പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇന്ന് നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരു ബേസ് ഇട്ടേക്കുന്നത് കൊണ്ട് പോയിന്റ് ബുള്ളറ്റിൻ സഹിതം പറഞ്ഞേ പോകത്തുള്ളൂ. എസ്തേറിൻ്റെ ബുക്ക് പഠിക്കുമ്പം യേശു കർത്താവിനെ കുറിച്ച് ഭയങ്കര രീതിയിൽ ബൈബിളിൽ കാണാം. എസ്തേറിൻ്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ പേരില്ല, പക്ഷേ എസ്തേറിൻ്റെ പുസ്തകത്തിൽ യേശു കർത്താവിനെ വരച്ചു കാട്ടിയേക്കുന്ന അല്ലെങ്കിൽ നിഴലുകളായി കാട്ടിയേക്കുന്ന അനേക സംഭവങ്ങളാണ് അല്ലേ? എസ്തേർ സഭയുടെ നിഴല. എസ്തേർ ആരുടെ നിഴല? സഭയുടെ നിഴല. മണവാട്ടിയ അല്ലെങ്കിൽ ക്യൂനെന്ന് പറയാൻ പറ്റില്ല, മണവാട്ടിയ. അത് സഭയുടെ നിഴല. ഭയങ്കര ഇമ്പോർട്ടൻ്റാ. എസ്തേർ രാജ്ഞിയായതിൻ്റെ ചരിത്രം ഞാൻ പറയാൻ പോവാം. എസ്തേർ രാജ്ഞിയായതിൻ്റെ ചരിത്രം അത് അറിയണമെങ്കിൽ നിങ്ങൾ എന്നെ കേട്ടതുകൊണ്ട് ഈ ഒരൊറ്റ കാര്യം ഞാൻ പറയാൻ പോവാം. എസ്തേർ രാജ്ഞിയായതിൻ്റെ ചരിത്രം പറയാൻ വേണ്ടി പോവാം. ഈ ബൈബിളിനകത്ത് 7 ഫീസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. എത്ര ഫീസ്റ്റ് പറഞ്ഞിട്ടുണ്ട്? 7 ഫീസ്റ്റ്. ഞാൻ ഫീസ്റ്റുകളുടെ ഡേറ്റ് പറയാൻ പോവാ. ഒന്ന് എഴുതി വെച്ചോണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിടുത്തം കിട്ടത്തില്ല. ഒന്നാമത്തെ ഫീസ്റ്റ് പെസഹ. അതിൻ്റെ ഡേറ്റ് എന്താണെന്നറിയാമോ? ആബീബ് മാസം അല്ലെങ്കിൽ നീസാൻ മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത്. ഒന്നാം മാസം എന്ന് വെച്ചാൽ ഒന്നാം മാസത്തിന് വിളിക്കുന്ന പേരാണ് നീസാൻ അല്ലെങ്കിൽ ആബീബ് മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത്. ഒന്നാം മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത്. ഇനി രണ്ടാമത്തെ ഫീസ്റ്റ് അൺലിവൻ ബ്രെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. എവിടെ തൊട്ട് എവിടെ വരെയാ? ഒന്നാം മാസത്തിൻ്റെ പേരെന്തുവാ? ആബീബ്. എല്ലാവരും കൂടെ പറയുകൂടെ ചെയ്യും. ഒന്നാം മാസത്തിൻ്റെ പേരെന്തുവാ? ആബീബ് മാസം 15-ാം തീയതി തൊട്ട് 7 ദിവസം. 15-ാം തീയതി തൊട്ട് 7 ദിവസം. പുറപ്പാട് ദിവസം 12-ന്റെ കണക്ക് പ്രകാരം അല്ലെങ്കിൽ ജൂയിഷ് കൾച്ചറിൽ കൂടെ 18-ാം തീയതിയാണ് ആദ്യ ഫലക്കറ്റ വരുന്നത്. 18 എന്നുള്ളൊരു ഡേറ്റ് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിലും അത് പറഞ്ഞു. എന്നെ തെറ്റിദ്ധരിക്കില്ല, റോയി പാസ്റ്റർമാർ ഡേറ്റ് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് 18 എന്ന് പറഞ്ഞൊരു ഡേറ്റ് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മുടെ ജൂയിഷ് കൾച്ചറിൽ കൂടെ പഠിക്കുമ്പോൾ നമുക്ക് കാണാം, പെസഹ കഴിഞ്ഞിട്ട് ഒരു ശബത്ത് വരും. ശബത്ത് കഴിഞ്ഞ് അടുത്ത ദിവസം ആദ്യ ഫലക്കറ്റയുടെ പെരുന്നാൾ. അതിന് ഡേറ്റ് പ്രകാരം കൾച്ചറിൽ കൂടെ പഠിക്കുമ്പോൾ കിട്ടും 18-ാം തീയതിയാണ്. അപ്പം കിട്ടിയല്ലോ. 14-ാം തീയതി വൈകിട്ട് ഒന്നാം മാസം, 15-ാം തീയതി തൊട്ട് 7 ദിവസം, പിന്നെ ഒന്ന് പറഞ്ഞേ, ശബത്ത് കഴിഞ്ഞ് അടുത്ത ദിവസം. അല്ലെങ്കിൽ ഏതാ ഡേറ്റ് വരുന്നത്? 18-ാം തീയതി. ഇനി നാലാമത്തെ ഫീസ്റ്റ് പെൻഡക്കോസ് ഫീസ്റ്റ്. ഒന്നാമത്തെ പെസഹ, അൺലീവൻ ബ്രെഡ്, ഫസ്റ്റ് ഫ്രൂട്ട്. നാലാമത്തെ പെൻഡക്കോസ് ഫീസ്റ്റ്. പെൻഡക്കോസ് ഫീസ്റ്റ് വരുന്നത് 50-ാമത്തെ ദിവസമാണ്. 50-ാമത്തെ ദിവസം. എവിടം തൊട്ട? പെസഹ കഴിഞ്ഞിട്ടുള്ള ശബത്ത് തൊട്ട് 7 ശബത്ത് എണ്ണണം. അത് കഴിഞ്ഞ് അടുത്ത ദിവസം 7 49 വരും. അടുത്ത ദിവസമാണ് 50-ാമത്തെ ദിവസമാണ്
പെൻഡക്കോസ്റ്റ് ഫീസ്റ്റ് വരുന്നത്. ഡേറ്റ് കിട്ടുന്നുണ്ടല്ലോ. പെൻഡക്കോസ്റ്റ് ഫീസ്റ്റിൻ്റെയും ഡേറ്റ് പറഞ്ഞിട്ടില്ല. ഇങ്ങനെയാണ് ഈ സിസ്റ്റം പറഞ്ഞേക്കുന്നത്. പെൻഡക്കോസ്റ്റ് ഫീസ്റ്റിൻ്റെയും ഡേറ്റ് പറഞ്ഞിട്ടില്ല ഈ സിസ്റ്റം. പക്ഷേ നമുക്ക് അറിയാൻ പറ്റും എവിടെ വന്നാൽ ഫോൾ ആകുന്നതെന്ന്. കാരണം 49 ദിവസം കഴിയുമ്പം 50ാമത്തെ ദിവസം എവിടെ വരുന്നതെന്ന് അറിയാൻ പറ്റും. കാരണം 7 ആഴ്ച പോട്ടെ. ഇനി അഞ്ചാമത്തെ ഫീസ്റ്റ് നടക്കുന്നത് 7ാം മാസമാണ്. യഹൂദന്മാരുടെ മാസം 7ാം മാസം 1-ാം തീയതി. ആ ഫീസ്റ്റിന് വിളിക്കുന്ന പേരാണ് ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ്, കാഹളധ്വനി പെരുന്നാൾ. ഇനി 6ാമത്തെ ഫീസ്റ്റിന് വിളിക്കുന്ന പേരാണ് മഹാപാപ പരിഹാര ബലി പെരുന്നാൾ, അല്ലെങ്കിൽ ഫീസ്റ്റ് ഓഫ് അറ്റോൺമെന്റ്. അത് നടക്കുന്ന ഡേറ്റ് എത്രയാണെന്നറിയാമോ? അതൊന്ന് പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വെച്ചോ. 7ാം മാസം 10-ാം തീയതി. 7ാം മാസം 10-ാം തീയതി. 7ാം മാസം 10-ാം തീയതി. 7ാം മാസം 1-ാം തീയതിയാണ് ആദ്യ കാഹളധ്വനി പെരുന്നാൾ. 7ാം മാസം 10-ാം തീയതി എന്തുവാ? മഹാപാപ പരിഹാര ബലി പെരുന്നാൾ. 7ാം മാസം 15-ാം തീയതി തൊട്ട് 7 ദിവസമാണ് കൂടാര പെരുന്നാൾ. 7ാം മാസം 15-ാം തീയതി തൊട്ട് 7 ദിവസമാണ് കൂടാര പെരുന്നാൾ. ഫീസ്റ്റ് ഓഫ് അറ്റോൺമെന്റ് അന്നാണ്. ആ ഫീസ്റ്റ് ഓഫ് അറ്റോൺമെന്റിന്റെ ഡേറ്റ് എന്ന് പറഞ്ഞ് 7th month 7ാം മാസം 10-ാം തീയതി. അന്ന് നടക്കുന്ന ഫീസ്റ്റിന് വിളിക്കുന്ന പേരെന്തുവാ? മഹാപാപ പരിഹാര ബലി പെരുന്നാൾ. അന്ന് എന്തോ സംഭവിക്കുന്ന അറിയാമോ? അതിവിശുദ്ധ സ്ഥലത്ത്, മോസ്റ്റ് ഹോളി പ്ലേസിൽ മഹാപുരോഹിതന് കയറി ചെല്ലാൻ പറ്റുന്നത്. മോസ്റ്റ് ഹോളി പ്ലേസിൽ മഹാപുരോഹിതന് കയറി ചെല്ലാൻ പറ്റുന്ന ദിവസം അന്നാ. രക്തത്തോടുകൂടെ കയറി ചെല്ലാൻ പറ്റുന്നത്. കാരണം അന്നാണ് കയറി ചെന്നാൽ സഭയുടെ മുഴുവനും പാപങ്ങളെ മാറ്റുന്ന മഹാപാപ പരിഹാര ബലിയുടെ അന്ന്. വർഷത്തിൽ ഒരിക്കലേ കയറാൻ പറ്റത്തുള്ളൂ. അന്ന് സഭയുടെ മുഴുവൻ പാപങ്ങളും അവിടെ കൃപാസനത്തിൽ കൊണ്ടുവരുന്ന ദിവസമാണ്. ഡേറ്റ് ഓർക്കുന്നുണ്ട്? ഡേറ്റ് ഏതാ? 7ാം മാസം 10-ാം തീയതി എന്നാണ് സഭയെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന എസ്തർ എന്നാണ് കൊട്ടാരത്തിൻ്റെ അകത്ത് രാജ്ഞിയായിട്ട്, ക്യൂനായിട്ട് എന്നാണ് ഇത് അവരോധിക്കപ്പെട്ടത്, എന്നാണ് അത് ഒരു പെർമിഷൻ കിട്ടിയത്. ഏത് വർഷമാണെന്നറിയാമോ? നോക്കിയേ, 7ാം വർഷം 10-ാം തീയതി. അഹശ്വേരോശ് രാജാവിൻ്റെ 7ാം വർഷം 10-ാം തീയതി. ഇതൊരു സിംബോളിക്കാണ്, ഇതൊരു നിഴലാണ്. എന്നാണ് ഫീസ്റ്റ് നടക്കേണ്ടത്? മഹാപാപ പരിഹാര ബലി എന്നാ നടക്കേണ്ടത്? 7ാം മാസം 10-ാം തീയതി. ഇവിടെ എന്തുവാ? എന്നാണ് അഹശ്വേരോശ് രാജാവിൻ്റെ 7ാം ആണ്ടിൽ 10-ാം മാസത്തിലാണ്. രണ്ട് വാക്യം കിടപ്പുണ്ട് ഇവിടെ, കിടപ്പുണ്ട് 2:16. 2:16 7ാം ആണ്ട് 10-ാം മാസം. ഒരു സിംബോളിക്കുണ്ടോ? അടുത്തത് ഫീസ്റ്റ് എന്ന മഹാപാപ പരിഹാര ബലി പെരുന്നാൾ എന്നാ നടക്കേണ്ടത്? 7ാം മാസം 10-ാം തീയതി. നിങ്ങൾ കണ്ടോ? സഭയുടെ നിഴലാവും എസ്തർ. നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോവാം. നിങ്ങൾക്ക് അത് മനസ്സിലായി. ഇവിടെ ഒന്നും അല്ല നിൽക്കാനുള്ള ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇവിടെ നിന്ന് ഈ ജീനിയോളജി ഒക്കെ ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ? ജീനിയോളജി ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയൊരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. ഈ എസ്തർ ക്യൂനായിട്ടും 127 സംസ്ഥാനങ്ങളിലെ ഭരിക്കുന്ന അഹശ്വേരോശിന്റെ ക്യൂനായിട്ടും വലിയൊരു കാര്യമാണ്. ഞാൻ പലപ്പോഴും യൗവനക്കാരെ പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട്, മൊർദെഖായി ഗേറ്റ് കീപ്പറാ. എസ്തർ ക്യൂനായിട്ടും മൊർദെഖായിയെ പിന്നെ അനുസരിച്ചത്. ഉയ്യോ, ഞാൻ ബൈബിൾ പഠിക്കുമ്പോൾ എന്നോട് ആഴത്തിൽ ദൈവാത്മാവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നൊരു വിഷയമാണ്. ഈ താഴ്മയുള്ളവരെ ദൈവം ഉയർത്തത്തുള്ളൂ. നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുമെന്ന്. മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കുമെന്നാണ്. മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും. നോക്കിയേ, താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്ന ദൈവമാണ്. നമ്മുടെ ലൈഫിൽ എത്ര ഉയരുമ്പോഴും
നമ്മുടെ റൂട്ട് പ്രോപ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൊടുങ്കാറ്റടിക്കുമ്പോൾ നമ്മുടെ വീഴ്ച ഭയങ്കരമായിരിക്കും. നമ്മൾ അതുകൊണ്ട് എന്തോ ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ ഓരോ ഉയർച്ച വരുന്നതിന് മുമ്പ് ഡീപ്ലി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് റൂട്ടഡ് ആകാൻ നോക്കണം. എസ്തേറിൻ്റെ ലൈഫ്, കൊടുങ്കാറ്റ് വന്നിട്ടും അവൾ പതറാതെ നിന്നു. ആ മകൾ ഇന്ന് ഇൻ്റർനാഷണൽ വുമൻസ് ഡേയുടെ അന്ന് നോക്കിക്കോ, ഒരു ഭയങ്കര ക്വാളിറ്റിയാണ്. ഏത് കൊടുങ്കാറ്റ് വരുമ്പോഴും, എല്ലാ യഹൂദന്മാർക്ക് നേരെ കൊടുങ്കാറ്റ് വരുമ്പോഴും ഒരു മകൾ സ്ട്രോങ് ആയിട്ട് നിന്നു. കാരണം അവളുടെ വേര് ഉറച്ചതായിരുന്നു. ബൈബിളിൽ സൗന്ദര്യമുള്ള സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന 4 സ്ത്രീകളാണ്. അതിലൊന്നാണ് എസ്തേർ. ഒന്ന് സാറായിയ, അബീഗേൽ ഒന്നാണ്. അടുത്തതൊന്ന് എസ്തേർ, വസ്തിയുണ്ട്, എസ്തേറും ഉണ്ട്. അവർ രണ്ടിനും ഒന്നായിട്ടാണ് പറയുന്നത്. വേറൊരു മകളുടെ പേരും കൂടെ പറയുന്നുണ്ട്. 4 സ്ത്രീകളിൽ അടുത്ത ഒരാൾ എസ്തേർ. എല്ലാ ഗുണമുണ്ടെങ്കിലും ആ മകളുടെ റൂട്ടഡ് വചനത്തിലും ദൈവത്തിലും ഒരു ഭയങ്കര ക്വാളിറ്റി. എസ്തേറിൻ്റെ ഡീറ്റെയിലൊക്കെ ഏതാണ്ട് വൈ ഡിഡ് മൊർദെഖായ് സെഡ്, ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചായിരുന്നു നിങ്ങളെ, അല്ലേ? ഇനി നമുക്ക് ഏറ്റവും താഴോട്ട് പോകണം. ഇവിടെ എല്ലാം ഞാൻ പറയാൻ വിട്ടുപോയത് മാത്രം. ഹാമാൻ്റെ ചരിത്രം, ഓക്കെ. സ്പിരിറ്റ് ഓഫ് ജലസി, നോക്കിയേ, ഹാമാൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് സ്പിരിറ്റ് ഓഫ് ജലസി, പ്രൈഡ്, ഈഗോ, റിവെഞ്ച്. സ്പിരിറ്റ് ഓഫ് ജലസി, ഇങ്ങനെയുള്ളവരെ സൂക്ഷിച്ചോണം. പ്രൈഡ്, അഹങ്കാരം, ഈഗോ, അഹംഭാവം, ഇൻസെക്യൂരിറ്റി ആൻഡ് റിവെഞ്ച്. റിവെഞ്ചും ഉണ്ടായിരുന്നു. എന്തിനാ? എൻ്റെ ജൂവിനെ കില്ല് ചെയ്ത് കളയാം. ഇങ്ങനെയുള്ളവരെ പിശാച് ചില സമയത്ത് എടുത്ത് ഉപയോഗിക്കും. പിശാചിനെ ഹുക്കിടാൻ എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ കാണണം, എങ്കിലേ നമ്മളെ ഉപയോഗിക്കത്തുള്ളൂ. പിശാചിൻ്റെ കൈ കിട്ടത്തുള്ളൂ. പിശാച് എത്ര എറിയാൻ നോക്കണം, നമ്മുടെ കയ്യിലൊന്നും ഇല്ലെങ്കിലോ നമ്മുടെ ലൈഫ് അങ്ങനെ ആകട്ടെ. യേശു കർത്താവ് പറഞ്ഞൊരു വേർഡ് ഓർക്കുക, ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ്റെ യാതൊന്നും എൻ്റെ കയ്യിൽ ഇല്ല. നമ്മുടെ ലൈഫ് നോക്കിയേ, ഹാമാൻ്റെ വീഴ്ചയുടെ ഒരു തുടക്കമാണ്. ഇവിടെ എല്ലാം ഹാമാൻ്റെ വീഴ്ച തന്നെയല്ല, ജ്ഞാനിയായ ശലോമോൻ്റെ ലൈഫിലും തുടക്കം ഈ പാപത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴാണ് പ്രൈഡും ഈ കാര്യങ്ങളൊക്കെയാണ് ദൈവത്തിൻ്റെ വചനം വിട്ടു പോകുന്നത്. ഹിസ്റ്ററി ഓഫ് അമാലേക്ക്, കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. അമാലേക്കിൻ്റെ ചരിത്രം. ഹു ആർ ദ ജൈൻസ്, നിങ്ങൾക്ക് ഇത് പിന്നീട് വേണമെങ്കിൽ എഴുതിയെടുക്കാം. ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് ജൈൻസിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ. ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് ജൈൻസിനെ കുറിച്ചുള്ള. ടൈം ഓഫ് ജഡ്ജസിൻ്റെ കാലത്തും അമാലേക്ക് ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. അടുത്തത് ഒത്തിരി ഡീറ്റെയിൽ ഉണ്ട് കേട്ടോ, ഒത്തിരി ഡീറ്റെയിൽ ഉണ്ട്. മോർ ഹിസ്റ്ററി അബൌട്ട് ബാബിലോൺ എക്സൈൽ. എസ്തേറിൻ്റെ ബുക്ക് നോക്കിയേ, എസ്തേറിൻ്റെ ബുക്ക്. നമുക്ക് ഇവിടെ അല്ല നിൽക്കേണ്ടേ കേട്ടോ, ഇവിടെ അല്ല 94 വർഷം കഴിയുമ്പോഴാണ് നോക്കിയേ. The biblical timeline of return from the Babylon exile spans approx 94 years. 38 തൊട്ട് 444 വരെ. 444 വരെ എന്ന് പറഞ്ഞാൽ എന്തോന്ന് മനസ്സിലായോ? 444 എന്തോന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഒന്ന് 606 പിടിച്ചുകൊണ്ട് പോയത്, 596, 586 നെബൂഖദ്നേസർ രാജാവ് പിടിച്ചുകൊണ്ട് പോയത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്നാണ് തിരിച്ചു വരുന്നത്? 3 ഡേറ്റ് ഞാൻ എഴുതുക. ഒന്നാമത്തെ ഡേറ്റ് 534, 454 തിരിച്ചു വരിക. 606 തൊട്ട് അല്ല 538 തൊട്ട് അല്ല, ഓക്കെ നോക്കി, 538 തൊട്ട് 444 നോക്കി, എത്ര വർഷമായി നോക്കി? 94 വർഷം. 94 അല്ല വരുന്നത്, 94. 606 തൊട്ട് നോക്കിക്കേ, ഏകദേശം 94 വർഷം എടുത്തു മടങ്ങി വരവിന്. ഏകദേശം 94 വർഷം തിരിച്ചു വരവിന്. അങ്ങോട്ട് പോകാൻ ഒറ്റ സമയം മതിയായിരുന്നു. ശത്രുവിൻ്റെ കയ്യിലേക്ക് പോകാൻ എത്ര സമയം വേണമായിരുന്നു? ഇസ്രായേൽ മക്കൾ പോയപ്പം 606 പോയതാ. 10 വർഷം 596 പോയി, 586 പോയി. തിരിച്ചു വരാനോ? തിരിച്ച് 3 കൂട്ടരായിട്ട് കൊണ്ടുവന്നു. 70 വർഷം കൊണ്ട് കഴിഞ്ഞു. എന്നിട്ടും എല്ലാവരെയും കൊണ്ടുവന്നില്ല. പിന്നെയും വർഷങ്ങളെടുത്തു. പിന്നീട് വർഷങ്ങളുടെ ഗ്യാപ്പ് കണ്ടു. 536ഉം 454 കൂടെ എത്ര വർഷത്തെ ഗ്യാപ്പുണ്ട്?
ഒത്തിരി ഗ്യാപ്പുണ്ട്. 454 നോക്കിയാൽ ഇവിടെ 10 വർഷത്തെ ഗ്യാപ്പുള്ളൂ. ഒരു വിഷയത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ എളുപ്പമാണ്, പക്ഷെ കയറി വരാൻ ഭയങ്കര വില കൊടുക്കണം. ചിലപ്പോൾ നമ്മുടെ തലമുറയ്ക്ക് പോലും കയറി വരാൻ പറ്റത്തില്ല, അടുത്ത തലമുറ കയറി വരാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ചില ഡിസിഷൻ എടുക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. ഈ വിഷയങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. നോക്കിയേ, അടുത്ത ചരിത്രങ്ങൾ കഴിഞ്ഞോ? ഓക്കെ, ഇതൊക്കെ എടുക്കാൻ പോയാൽ ഒത്തിരി മണിക്കൂറിനെടുക്കും. കിങ് സൈറസിൻ്റെ ചരിത്രം 12ാമത്തെ വർഷം. ഞാൻ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചത് എനിക്ക് തോന്നുന്നു ചെറിയൊരു കണക്കിൻ്റെ ചെറിയൊരു ദിവസത്തിൻ്റെ മിസ്റ്റേക്ക് ഉണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു ആദ്യ ഫല കറ്റയുടെ അന്നാണ് ഹാമാനെ കൊന്നത്. ആദ്യ ഫല കറ്റയുടെ അന്നാണ് ഹാമാനെ കൊന്നത്. പക്ഷെ ഞാൻ കുറച്ചും കൂടെ മനസ്സിലാക്കിയപ്പോൾ ആദ്യ ഫല കറ്റയുടെ അന്നായിരിക്കത്തില്ല കൊന്നത്. കാരണം അത് അല്പ തെളിവുകളും കൂടെ കിട്ടിയതിൻ്റെ ബേസിൽ പറയുക, ശബത്തിൻ്റെ അന്നാ കൊന്നേ. പെസഹ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരാം. 13-ാം തീയതിയാണോ ഇത് എഴുതിയത്, നിയമം എഴുതിയത്? പറഞ്ഞേ, എൻ്റെ കൂടെ പറഞ്ഞേ, 13-ാം തീയതിയാണോ നിയമം എഴുതിയത്? അല്ലേ? 1-ാം മാസം 13-ാം തീയതി നിയമം എഴുതി. അടുത്ത ദിവസം എന്തുവാ? 1-ാം മാസം 14-ാം തീയതി എന്തുവാ? പെസഹയ. 14-ാം തീയതി തന്നെ എസ്തേർ ഇത് അറിഞ്ഞു. എസ്തേർ പറഞ്ഞു, ഉപവസിക്കാൻ പറഞ്ഞു. 14, 15, 16 3 ദിവസം ഉപവസിച്ചു. 16-ാം തീയതി ഒന്നാമത്തെ ബാങ്കറ്റ് നടന്നു. ഒന്നാമത്തെ ഫീസ്റ്റ്, അല്ലെ ഒന്നാമത്തെ രാജ്ഞിയുടെ ഉത്സവം, രാജ്ഞിയുടെ ഫീസ്റ്റ് ബാങ്കറ്റ് അത് നടത്തി. വലിയ സദ്യ നടത്തി. അതിനുശേഷം അടുത്ത ദിവസം 17 എന്ന് പറയുന്നത് ശബത്താണ് വരുന്നത്. 17 എന്ന് പറഞ്ഞാൽ എന്തോ വരുന്നത്? ശബത്ത്. ഇപ്പം ഞാൻ 18 എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്, 17-ാം തീയതി. നോക്കി, ഇവിടെ എല്ലാ ഡീറ്റെയിൽ ഇതൊക്കെ ഒന്ന് ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ നിങ്ങളത് കാണിക്കണം. ശബത്താണ്. നോക്കി, നിസാൻ 17 എന്ന് പറയുന്നത് ശബത്താണ് വരുന്നത്. അന്നാണ് അന്നാണ് ഇവനെ തൂക്കിക്കളഞ്ഞത്. ആരെ തൂക്കിക്കളഞ്ഞത്? ഹാമാനെ തൂക്കിക്കളഞ്ഞത്. സെയിം ഡേ ഹാമാനെ തൂക്കിക്കളഞ്ഞു. ഹാമാനെ തൂക്കിക്കളഞ്ഞത് എവിടെയാ? ഹാമാന്റെ വീട്ടിലിട്ടാ തൂക്കിക്കളഞ്ഞത്. എന്തിനാ തൂക്കിക്കളഞ്ഞത്? തൂക്കിക്കൊന്നു കളഞ്ഞത് യഹൂദന്മാരെ മൊത്തം ഒറ്റ ദിവസം കൊണ്ട് കൊന്നു കളഞ്ഞേക്കാൻ പറഞ്ഞതിനാ. യഹൂദന്മാരെ മൊത്തം ഒറ്റ ദിവസം കൊണ്ട് കൊളയാൻ പറഞ്ഞതിനാണ് അവൻ്റെ വീട്ടിലിട്ട അവനെ തൂക്കിക്കൊന്നത്. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? 75 ഫീറ്റ് ഉയരമായിരുന്നു. 50 മുഴമെന്ന് പറഞ്ഞാൽ 75 ഫീറ്റ് ഉയരം. 75 ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഉയരം എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിങ്ങിനെക്കാളും വലുതാണ്. ഈ ബിൽഡിങ്ങിനെക്കാട്ടും വലുത്. അപ്പുറത്തെ അപ്പാർട്ട്മെൻറ്റിന് അത്രയും കാണും. ഭയങ്കര ഉയരത്തിലാണ് കേട്ടോ. നോക്കിയേ, നിങ്ങൾ കണ്ടോ? ഇനി 12ാമത്തെ ഇയറിൽ ഇനി നമ്മൾ കാണാൻ പോകും. ഇനി നമ്മൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഈ 14, 15 ദിവസം കുറച്ച് കാര്യങ്ങൾ കാണാൻ പോവാം. ഓക്കെ, ഹാമാൻ മരിക്കുമ്പോൾ നിങ്ങൾ ഈ ചരിത്രങ്ങൾ എഴുതി വെച്ചേക്കുന്നത് കണ്ടോ? ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ആൻഡ് ബിബ്ലിക്കൽ അനാലിസിസ്, ഹാമാൻ ദ ആഗാഗൈറ്റ് വാസ് ലൈക്ലി ഇൻ ഹിസ് mid-40s. എന്ന് വെച്ചാൽ ഇന്നലെ എൻ്റെ അസംഷൻ പറയാം. പുള്ളി മരിക്കുന്നത് ഏകദേശം 47 വയസ്സുള്ളപ്പോഴായിരിക്കും എന്ന് അങ്ങനെ ബൈബിളിലോ ചരിത്രങ്ങളിലോ ഇല്ല. ചരിത്രങ്ങളിലുള്ള ഇതാ മിഡ് ഓഫ് 40s എന്ന് പറഞ്ഞാൽ എത്ര? 45, 45. പക്ഷേ എൻ്റെ ഒരു പ്രഡിക്ഷനാണ് 47. എൻ്റെ ഒരു പ്രഡിക്ഷനാണ്. അതിന് തെളിവോടാന്ന് എന്നോട് ചോദിക്കല്ലേ. 47-ലായിരിക്കും. കാരണം 45 മിഡ് ഓഫ് 40s മരിച്ചതെന്ന് ജൂയിഷ് ഞാനിവിടെ ഫുഡ് നോട്ടും കൊടുത്തിട്ടുണ്ട്. താഴെ ഫുഡ് നോട്ടും കൊടുത്തിട്ടുണ്ട്. എവിടുന്ന് ഞാൻ എടുത്തതെന്നുള്ള ഫുഡ് നോട്ടും കൊടുത്തിട്ടുണ്ട്. കാരണം പഠിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് പഠിച്ചാൽ ഇതൊക്കെ ജൂയിഷ് മിസ്റ്ററിക്കകത്തുനിന്ന് കിട്ടുന്നതാണ്. ഇതൊന്നും നിങ്ങൾ വലിയ ഒത്തൻറ്റിക്കേറ്റായിട്ട് എടുക്കേണ്ട. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് സിംബോളിക്കായിട്ട് പഠിക്കാം. ദൈവത്തിൻ്റെ കരത്തെ നമുക്ക് കാണാം. നോക്കി 47-ലായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. ഇനി അടുത്തത് എസ്തേർ നിമിത്തം ഹാമാനെ തൂക്കിക്കളഞ്ഞിട്ട് മൊർദെഖായിക്കും എസ്തേറും തമ്മിലുള്ള ബന്ധം രാജാവിനെ അറിയിച്ചു. എൻ്റെ ചിറ്റപ്പനാ മൊർദെഖായി എന്നുള്ളത് എസ്തേർ പറഞ്ഞു. അപ്പം എസ്തേർ നിമിത്തം എന്തോ പറ്റിയെന്നറിയാമോ? ഈ മൊർദെഖായിക്ക് പ്രൊമോഷൻ കിട്ടി. എസ്തേർ നിമിത്തം, ഈ മകള് നിമിത്തം മൊർദെഖായിക്ക് പ്രൊമോഷൻ കിട്ടി. ഹാമാൻ്റെ എല്ലാ അവകാശവും
മുദ്രാമോതിരവും സകലതും, എൻ്റെ ഡീറ്റെയിൽ എല്ലാം കിടപ്പുണ്ട് കേട്ടോ, എല്ലാം കൊടുത്തു. ആ 3-ാം മാസം തന്നെ കൊടുത്തു. 3-ാം മാസം തന്നെ കൊടുത്തു. നിങ്ങൾ അടുത്തൊരു കാര്യം കണ്ടു, ഞാനിവിടെ കളറിൽ ബ്ലൂ കളറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എസ്തേറിൻ്റെ പുസ്തകം 8:15 ഒന്ന് വായിച്ചേ. എസ്തേറിൻ്റെ പുസ്തകം 8:15. എസ്തേറിൻ്റെ പുസ്തകം 8:15 വായിച്ച്. ഒരു 3 കളർ അവിടെ കാണാം. 3 കളർ. എന്നാൽ അവർക്ക് വായിക്കാൻ വേണ്ടി. എന്നാൽ നീലയും ശുഭ്രവുമായ രാജവസ്ത്രവും വലിയ പൊൻകിരീടവും, രക്താംബരം എന്ന് പറഞ്ഞാൽ പർപ്പിളെന്നാണ്. പർപ്പിളെന്ന് അവിടെ ധൂമ്രം അല്ലെ പർപ്പിള, പർപ്പിളും ധരിച്ചുകൊണ്ട് ഏതൊക്കെ കളറാ? നീല, വൈറ്റ്. നീലയും വൈറ്റും, നീലയും വൈറ്റും പർപ്പിളും. പ്രധാനപ്പെട്ട പർപ്പിൾ കാണിക്കുന്ന രാജത്വത്തെ കാണിക്കുന്നതാണ്. നീല ദൈവത്വത്തെ കാണിക്കുന്നു. വൈറ്റ് റൈച്ചസ്നെസ്സിനെ കാണിക്കുന്നു. ടാബർനാക്കിളിൻ്റെ കളറുണ്ട്. പക്ഷേ ഇതിനകത്ത് ഞാൻ 2 കളർ നിങ്ങൾ എടുത്ത് കാണിക്കാൻ പോവാം. ഹാമ മരിച്ചപ്പം ശൂഷൻ രാജധാനിയിൽ, ഈ ശൂഷൻ രാജധാനി എവിടെയാ? പേർഷ്യയിൽ, ഇറാഖിൽ, ഇറാനിൽ. ഇറാഖും ഇറാനും എല്ലാം അതിൻ്റെ ഭാഗമായിട്ട് വരും. പേർഷ്യയുടെ, ഇറാഖൊക്കെ പിന്നീട് മാറുമ്പോൾ പേർഷ്യ എന്ന് പറയാം. നമുക്ക് ഇറാൻ, മെസപ്പൊത്തോമിയ ഉള്ളത് ഇറാഖിലാണ്, പക്ഷെ നമുക്ക് പേർഷ്യ എന്ന് പറയാം. കാരണം അഹശ്വേരോഷ് രാജാവ് ആരുടെ റെപ്രസെൻറ്റേറ്റീവാ? പേർഷ്യൻ കിങ്ങിൻ്റെ. സൈറസും ദാരിയാവേശും അഹശ്വേരോഷും ഒക്കെ ഏത് കിങ്ഡത്തിൻ്റെയാ? പേർഷ്യ. പേർഷ്യൻ കിങ്ഡത്തിൽ ഉണ്ടായിരുന്ന ഹാമാനെ തകർത്തു. കിട്ടിയോ നിങ്ങൾക്ക്? പേർഷ്യൻ കിങ്ഡത്തിൽ ഉണ്ടായിരുന്ന ഹാമാനെ തകർത്തപ്പം ഏത് കളർ അവിടെ റിവീലായേ? ഏത് കളറാ മൊർദെഖായി ധരിച്ചേ? നീലയും വെള്ളയും പർപ്പിളും. പർപ്പിള് രാജ്യത്തെ, നീലയും വെള്ളയും. ഒന്ന് ഓർത്തിരുന്നു. പേർഷ്യൻ കിങ്ഡത്തിലെ ഹാമാൻ തകർന്നപ്പം നീലയും വെള്ളയും അവിടെ ഉയർന്നു. കേൾക്കുന്നുണ്ടോ? നീലയും വെള്ളം ഉയർന്നു. ഓക്കെ. ആദാർ മാസം 13-ാം തീയതി ആണ് യഹൂദന്മാർക്ക് കൊല്ലാൻ വിധിച്ചിരുന്നത്. ആദാർ എന്ന് പറഞ്ഞാൽ 12-ാം മാസമാണ് കേട്ടോ. ആദാർ എന്ന് പറഞ്ഞാൽ എന്നാണ്? 12-ാം മാസം. ആബീബ് എന്ന് പറഞ്ഞാലാണ് 1-ാം മാസം, അല്ലെങ്കിൽ നീസാൻ. ആദാർ എന്ന് പറഞ്ഞാൽ എത്രാം മാസമാണ്? 12-ാം മാസം. യഹൂദന്മാരെ കൊല്ലേണ്ട സമയം എത്തിയപ്പോൾ യഹൂദന്മാർ ഒത്തിരി പേരെ കൊന്നു. ടോട്ടലി എത്ര പേരെ കൊന്നു കളഞ്ഞു? 75,000. ഈ ബ്ലൂ കളർ 75,000 ഒക്കെ നോക്കി വെക്കണേ. നോക്കിക്കേ, എസ്തേറിൻ്റെ പുസ്തകത്തിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഈ കണക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കിട്ടിയായിരുന്നോ? ഓക്കെ, എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഈ കണക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബ്ലൂവും വൈറ്റും കളർ നോക്കുക. അടുത്തത് 75,000 കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഓ ഗോഡ്, ഇതിപ്പോൾ ഒരു ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇന്ന് നമുക്ക് പഴയ ആ ക്ലാസ്സുകൾ, ഞാൻ എടുത്ത ക്ലാസ്സുകൾ കിടപ്പുണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ട്, കേൾക്കുക. ഇനി ഹിസ്റ്ററി ഓഫ് ഹാമാൻ പറയുക. ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ ചരിത്രം പറയാം. ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ ചരിത്രം. ഇറാന് കുറേ വർഷങ്ങളായിട്ട് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും തകർച്ചയെന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയും ഡെറ്റ് ടു അമേരിക്ക ആൻഡ് ഡെറ്റ് ടു ഇസ്രയേൽ. അവരെ തകർക്കുക, അവരെ മൊത്തം വൈപ്പ് ഔട്ട് ചെയ്യുക. ഹമാസ് എന്തുവാ പറഞ്ഞേ? ഹമാസ് എന്തുവാ പറഞ്ഞത്? ഇസ്രയേലിനെ അല്ലേ, ഇസ്രയേലിനെ ഭൂമിയുടെ മുഖത്തുനിന്ന് തുടച്ചു കളയാം. ഹാമാൻ്റെ ഒറ്റ പേരിൻ്റെ അക്ഷരം മാറ്റിയാൽ മതി. ഹമാസ്. കാണുന്നുണ്ടോ? ഹാമാൻ്റെ ഒരു പേരിൻ്റെ അക്ഷരം മാറ്റിയാൽ മതി. നോക്കിയേ, ഈ ഹാമാൻ BC 480 കാലഘട്ടങ്ങളിലുള്ള പേർഷ്യൻ കിങ്ഡത്തിലുണ്ടായിരുന്ന വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാമോ? ഹാമാനെ കാണാമോ? ഈ സ്പെല്ലിങ് വായിച്ചു നോക്കി. കണ്ടോ നിങ്ങൾ? ഹാമാൻ എന്നുള്ള സ്പെല്ലിങ് നിങ്ങൾക്ക് കാണാമോ? ഒരക്ഷരത്തിന് വ്യത്യാസമേ ഉള്ളൂ. മെന്നെന്നുമായി, ഇവിടെ മാനെന്നുമായി ഒരക്ഷരത്തിൻ്റെ വ്യത്യാസം. ഖമേനിയെ, ഇറാഖിൻ്റെ പരമോന്നത അധികാരി എന്ന് പറയുന്നതും
ഹമാസിനെ പോലെ ഹിസ്ബുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷനെ പാലൂട്ടി വളർത്തിക്കൊണ്ടിരുന്ന ചിലർക്ക് അവർ ഭയങ്കര ധീര ആളാ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ജനതയെ തന്നെ കൊടിയമായി പീഡിപ്പിച്ചിട്ടുണ്ട്. നോക്കിക്കേ, അനേക അറബ് രാജ്യങ്ങളോടുൾപ്പെടെ അവരോടുൾപ്പെടെ തന്നെ വാശിയും മത്സരവും ജെനിസൈഡ് നടത്താൻ തീരുമാനിച്ച ഒരാളാണ്. നോക്കിയേ, വൈപ്പ് ഔട്ട് ഇസ്രയേൽ, ഡെഡ് ടു USA ആൻഡ് ഇസ്രയേൽ. എങ്ങനെ കൊല്ലാൻ നോക്കിയ ന്യൂക്ലിയർ വെപ്പൺ വഴി. ഒരിക്കൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കിയത് തകർത്ത് കളഞ്ഞതാ ഓപ്പറേഷൻ ഓർക്കിഡ് എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാകണം. ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇല്ലീഗലായിട്ട്, ഇന്റർനാഷണൽ ലോയുടെ വെളിയിൽ. നോക്കിയേ, ഖമേനി കിൽഡ് ബൈ ഇസ്രയേൽ ആൻഡ് USA എന്നാണ് അദ്ദേഹത്തെ ഇസ്രയേലും അമേരിക്കയും കൂടെ കൊന്നുകളയുന്നത്. പറഞ്ഞോ, 28-ാം തീയതി കഴിഞ്ഞ മാസം അന്നത്തെ ദിവസം ഏത് ദിവസമാണ്? 28-ാം തീയതി ഏത് ദിവസമാണ് ഫോളോ ആകുന്നത്? ശബത്ത് ദിവസമാണ്. എവിടെ വെച്ചാ കൊന്നുകളയുന്നത്? അദ്ദേഹത്തിൻ്റെ വീട്ടിലിട്ട. പഴയ നിയമത്തിലെ ഹാമാൻ എവിടെ വെച്ചാ മരിക്കുന്നത്? ഹാമാൻ എന്നാ മരിക്കുന്നത്? ശബത്തിൻ്റെ അന്നാ. ഹാമാൻ എന്നാ മരിക്കുന്നത്? ശബത്തിൻ്റെ അന്ന്. ഖമേനി എന്നാണ് ഇസ്രയേലും അമേരിക്കയും കൂടെ കൊല്ലുന്നത്, തകർത്ത് കളയുന്നത്? ശബത്തിൻ്റെ അന്ന്. കേൾക്കുന്നുണ്ടോ? എവിടെ വെച്ചാ കൊന്നുകളെ? അദ്ദേഹത്തിൻ്റെ വീട്ടിലിട്ട്. പഴയ നിയമത്തിലെ ഹാമാൻ എവിടെ ഇട്ടാ കൊന്നേ? അദ്ദേഹത്തിൻ്റെ വീട്ടിലിട്ട്. എന്തിനാ കൊന്നേ? ജെനിസൈഡ്. ഇവിടെ എന്തിനാ കൊല്ലുന്നേ? ജെനിസൈഡ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ഹാമാന്മാരെ എഴുന്നേൽപ്പിക്കുന്ന സഭയ്ക്കെതിരെ ആഗോള വ്യാപകമായി സഭയ്ക്കെതിരെ എഴുന്നേൽപ്പിക്കുന്ന ഹാമാന്മാരെ ഊട്ടി വളർത്തുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. ഇന്ന് നമുക്ക് അവരോടാ പോരാട്ടം. നമുക്ക് ഒരു മനുഷ്യനോടും, ഒരു ജാതിയോടും, ഒരു മതത്തോടും, ഒരു സമൂഹത്തോടും പോരാട്ടമില്ല. പക്ഷെ നമുക്ക് പോരാട്ടമുണ്ട് ഹാമാന്മാരെ എഴുന്നേൽപ്പിക്കുന്ന അന്ധകാര വ്യാപാരങ്ങളോട്, വാഴ്ചകളോടും, അധികാരങ്ങളോടും, അന്ധകാര വ്യാപാരങ്ങളോടും നമുക്ക് പോരാട്ടമുണ്ട്. അത് സഭ മറക്കരുത്. ശൗല് മറന്നു. ശൗല് അവൻ്റെ കൈ കൊണ്ട് തന്നെ തീരേണ്ടി വന്നു. ശൗല് അമാലേക്ക് തന്നെ വെട്ടിക്കൊന്നു കളഞ്ഞു ശൗലിനെ. ശൗലിനോട് കൊല്ലാൻ പറഞ്ഞതാ, പക്ഷെ ശൗൽ ആരുടെ കയ്യാൽ വീണു? അമാലേക്കിൻ്റെ കൈ. സഭയിലുള്ള ദൈവമക്കൾ ഇത് മറക്കല്ല്, ഒരിക്കലും മറക്കല്ല്. ഒരു കുടുംബങ്ങളും മറക്കല്ല്. നിങ്ങൾ നോക്കിയേ, റീസൺ ഈവിൾ ലോ അഗൈൻസ്റ്റ് ഹീബ്രൂസ്. എബ്രായർക്കെതിരെ പഴയ നിയമത്തിലെ ഹാമാൻ നിയമം എഴുതി. ഇവിടെ എന്തുവായിരുന്നു നിയമം? ടു വൈപ്പ് ഔട്ട് ഹീബ്രൂസ് ഇൻ ദ വൺ ഡേ ടൈം. ഇവിടെ അങ്ങനെ, അവിടെ അങ്ങനെ. നിങ്ങൾ കാണുന്നുണ്ടോ? ഇവിടെ അങ്ങനെ, അവിടെ അങ്ങനെയായിരുന്നു. ഇനിയും നോക്കിക്കേ, ഇത് ലാസ്റ്റ് ഭാഗം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ന്യൂക്ലിയർ വെപ്പൺ, ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കി ഒറ്റ ദിവസം കൊണ്ട് ഇസ്രായേലിൻ്റെ മേലിൽ കൊണ്ടിടാൻ, അമേരിക്കയെ കൊണ്ടിടാൻ. ഇന്ന് ഒത്തിരി പേര് കിടന്ന് കരയുന്നുണ്ട്. എന്തിനാ കരയുന്നത്? അമേരിക്ക തകരാൻ വേണ്ടിയാ, അല്ലെങ്കിൽ ഇസ്രായേൽ തകരാൻ വേണ്ടിയാ. ഇതിൻ്റെ പിമ്പിൽ വ്യാപരിക്കുന്ന ഒരു ദുരാത്മശക്തിയുണ്ട്. പൊളിറ്റിക്കലി നിങ്ങൾക്ക് കാണാം, പക്ഷെ വചനത്തിൽ കൂടെ കാണുക. ഇതെവിടെ തൊട്ട് തുടങ്ങിയ എനിമിറ്റിയാ? 950. എസ്തേറിൻ്റെ പുസ്തകത്തിൽ 950 വർഷം പുറകെ തുടങ്ങിയതാണ്. 950 വർഷം. നിങ്ങൾ കണ്ടോ? കലണ്ടർ നോക്കിക്കേ. ഇനി സോളാർ കലണ്ടർ അല്ലെങ്കിൽ ഗീഗോറിയൻ കലണ്ടർ പ്രകാരം എന്നാ ഡേറ്റ് വരുന്നേ? ഒന്ന് പറഞ്ഞേ. 28 ഫെബ്രുവരി എന്നാണത്? സാറ്റർഡേയാ. ഹീബ്രു കലണ്ടർ പ്രകാരം എന്നാ വരുന്നേ? ആധാർ മാസം 11-ാം തീയതി അന്നാണ് ഇത് വരുന്നത്. അന്ന് ശബത്ത. ഇനി അറബിക് കലണ്ടറുണ്ട്. അതിന് കലണ്ടർ ഹിജ്രി കലണ്ടറോ അറബിക് കലണ്ടർ. അറബിക് കലണ്ടർ പ്രകാരം 1447 റംദാൻ മാസമല്ലേ? ഇപ്പോൾ റംസാൻ മാസമല്ലേ? ഡേറ്റ് നോക്കിക്കേ. 9/11. എന്തുവാ 9/11 എന്ന് പറഞ്ഞാൽ? അറിയാമോ 9/11 എന്ന് പറഞ്ഞാൽ എന്തുവാന്ന്? വേൾഡ് ട്രേഡ് സെന്റർ തകർത്ത ദിവസമാണ് 9/11. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേരുക. വേൾഡ് ട്രേഡ് സെന്റർ തകർത്തത് ആ ടെററിസത്തിന്റെ പിമ്പിലുള്ളതിൻ്റെ
വേൾഡ് ടെററിസത്തിനുള്ള മറുപടിയും കൂടെ, ശക്തമായ മറുപടിയാ പ്രിയ ബഹുമാനപ്പെട്ട ഡൊണാൾഡ് ട്രംപും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹുവും കൂടെ എടുത്ത്. ഡേറ്റ് വന്ന് ഫോളോ ചെയ്തുകൊണ്ടോ? 9/11 ശബത്ത്. ഇവിടെ ശബത്ത്. പഴയ നിയമത്തിലെ ഹാമാന്റെയോ ശബത്ത്. നോക്കിയേ, ആബീബ് 10, ബുക്ക് ഓഫ് എസ്തറിൽ ആബീബ് 17 അല്ലെങ്കിൽ നീസാൻ 17. ആബീബ് അല്ലെ നീസാൻ 17 ശബത്താ വരുന്നത്. നിങ്ങൾക്കിത് കിട്ടുന്നുണ്ടോ? കണക്കുകളൊക്കെ കിട്ടുന്നുണ്ടോ? ഇനി അടുത്തത് അത് ഞാൻ നോട്ട് ചെയ്യാൻ പറ്റും. അതുണ്ട്, നോട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ പിക്ചർ ഞാൻ എടുത്തിട്ടില്ല. ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് കമേനി. എൻ്റെ സ്പെല്ലിങ് അത് തെറ്റിപ്പോയി. ഇസ്രയേൽ എന്നുള്ള സ്പെല്ലിങ് തെറ്റിപ്പോയി. ഇസ്രയേലിൻ്റെ ഫ്ലാഗ് ഇറാനിൽ ഉയർന്നു. അവിടെ സ്ട്രീറ്റുകൾ ഒത്തിരി പേര് ദുഃഖം കാണിക്കുന്നുണ്ട്. പക്ഷെ മറുഭാഗത്തെല്ലാം ഒത്തിരി പേര് ജനക്കൂട്ടം സെലിബ്രേറ്റ് ചെയ്യുക. ജനക്കൂട്ടം സെലിബ്രേറ്റ് ചെയ്യുക. സെലിബ്രേറ്റ് ചെയ്തപ്പോൾ ഏത് ഫ്ലാഗാണ് ഉയർന്നേ? ഇസ്രയേലിൻ്റെ ഫ്ലാഗ് ഉയർന്നു, അമേരിക്കയുടെ ഫ്ലാഗ് ഉയർന്നു. അവിടെ പല പ്ലേ കാർഡുണ്ട്. താങ്ക് യു ഡൊണാൾഡ് ട്രംപ്, താങ്ക് യു ബിബി എന്ന് പറഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിക്കുന്ന പേരാ. അവർ ഫ്ലാഗ് പിടിച്ചു. പേർഷ്യൻ കിങ്ഡത്തിൽ ഇസ്രയേലിൻ്റെ ഫ്ലാഗ് ഉയർന്നു. ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. ടെൽ മീ, ഇസ്രയേലിൻ്റെ ഫ്ലാഗിൻ്റെ കളർ എന്തുവാ? ബ്ലൂ ആൻഡ് വൈറ്റ്. എസ്തേറിൻ്റെ കാലത്ത് ഹാമാൻ തകർന്നപ്പം പേർഷ്യൻ കിങ്ഡത്തിൽ ഏത് കളർ ഇട്ടുണ്ടാ ചെന്നേ? ബ്ലൂ ആൻഡ് വൈറ്റ് അവിടെ ഉയർന്നു. ഇതൊക്കെ ബൈബിൾ ഇതൊക്കെ എഴുതി വെച്ചേക്കുന്ന ചുമ്മാതല്ല. മോർദെഖായി നീല വസ്ത്രവും അത് കഴിഞ്ഞ് ശുഭ്രവസ്ത്രം എന്ന് വെച്ചാൽ വൈറ്റ്, ബ്ലൂ ആൻഡ് വൈറ്റ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത്. ബ്ലൂ ആൻഡ് വൈറ്റും പർപ്പിളും ഇട്ടുകൊണ്ട് രക്താംബരം ധരിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ ചെന്നു. ശൂഷൻ രാജധാനി ആർത്തു എന്ന് വെച്ചാൽ പേർഷ്യൻ കിങ്ഡം ആർത്തു. എത്ര വർഷം കഴിഞ്ഞു? ഇവിടെ നോക്കിയേ, ഏത് ഫ്ലാഗാ ഉയർന്നേ? ഇസ്രയേലിന്റെ ഫ്ലാഗും അമേരിക്കയുടെ ഫ്ലാഗും ഏത് കളറാ? ബ്ലൂ ആൻഡ് വൈറ്റ് ഉയർന്നു. എവിടെ ഉയർന്നേ? സെയിം സ്ഥലത്ത്, സെയിം പ്ലേസിൽ. സെയിം പ്ലേസ് ആണോ? അതെ, സെയിം പ്ലേസാ. ശൂഷൻ രാജധാനി എന്ന് പറഞ്ഞാൽ എവിടെയായിരുന്നു? പേർഷ്യയിലായിരുന്നു. അത് ഇറാഖോ ഇറാനോ ആകാം. പക്ഷെ ഞാൻ ഇന്ന് കൂടുതലും കാരണം ഇതിൻ്റെ മിമ്പി വ്യാപരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ശക്തിയല്ല. ഇതിൻ്റെ പിമ്പി വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയാണ്. പക്ഷെ അതേ ലൊക്കാലിറ്റിയിലിട്ട കേട്ടോ. എത്ര പേരെ കൊന്നു കളഞ്ഞേ? 75. നിങ്ങൾ ഈ റിപ്പോർട്ട് വായിച്ച്. As the late 2020, the report indicated that there were approximately 75,000 total mosques in Iran. അതിനകത്ത് 50,000 മോസ്ക് ക്ലോസ്ഡ് ആയി, ആളില്ല. ഇത് ഇന്റർനെറ്റിൽ പറയുന്നതാ. ഞാൻ പറഞ്ഞ വേർഡ് കൊണ്ട് ഇന്റർനെറ്റിൽ കൊണ്ടുപോയി ഒന്ന് അടിച്ചു കൊടുത്തു നോക്കും. 75,000. അവിടെ എത്ര പേരെ കൊന്നേ? എത്ര സിംബോളിക്ക കണക്കുകൾ, ഇത്ര സിംബോളിക്ക കണക്കുകൾ കണ്ടോ. 50,000 മോസ്കുകൾ അവിടെ ക്ലോസ് ആയെന്ന് ഇറാനിയൻ ന്യൂസ് പേപ്പറുകൾ തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്തു. കാരണം ആൾക്കാർക്ക് മതം വിട്ടു. നിത്യതയുടെ രാജാവായ സമാധാനത്തിൻ്റെ പ്രിയനായ യേശുവിനെ അറിയട്ടെ. നിങ്ങൾ കണ്ടോ? ഈ കണക്കുകൾ കണ്ടോ? ഡേറ്റുകൾ കണ്ടോ? കളറുകൾ കണ്ടോ? സിംബോളിസം കണ്ടോ? എന്തു അതിനകത്തൂടെ ഞാൻ പഠിപ്പിക്കാനുള്ള കാര്യം, ഇതിൻ്റെ എല്ലാം പിമ്പിൽ വ്യാപരിക്കുന്നത് പുതിയ നിയമസഭ തിരിച്ചറിയണം. മനുഷ്യനെ കരുവാക്കുക. മനുഷ്യൻ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ബുദ്ധിയെ, യുക്തിയെ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും കരുവാക്കുക. ആരാ? പിശാച്. അവൻ ആത്മമണ്ഡലത്തിൽ അവൻ സത്യത്തിനെതിരെ, നീതിക്കെതിരെ, വിശുദ്ധിക്കെതിരെ അവൻ കളിക്കുക. അവൻ്റെ കയ്യിലെ ഉപകരണമാകരുത്. ഇത് സ്പിരിച്വൽ മണ്ഡലത്തിൽ പറഞ്ഞാൽ എല്ലാ സഭകളും ഇത് അറിയട്ടെ. ആ അമാലേക്കിനെയും
ആഗാഗിൻ്റെ പിമ്പിൽ വ്യാപരിച്ചുകൊണ്ടിരുന്ന വീണുപോയ ദൂതന്മാരുടെ ശക്തിയുണ്ട്. വീണുപോയ ദൂതന്മാരുടെ ശക്തി യേശു കർത്താവിൻ്റെ ക്രൂശിലെ രക്തത്താൽ യേശു കർത്താവ് ഇവൻ്റെ തലയായിരുന്ന ലൂസിഫറിനെ ആയുധവർഗം വെപ്പിച്ച് പരസ്യമായ കാഴ്ചയാക്കി അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി. കൊലോസ്യ ലേഖനത്തിലെ വാക്യമാണ്, ജയോത്സവം കൊണ്ടാടി. എന്തിനാ പിന്നെ പൗലോസ് വീണ്ടും പറയുന്നത് നമുക്ക് വാഴ്ചകളോട് അധികാരങ്ങളോട് പോരാട്ടം ഉണ്ടെന്ന്? അതത് ദേശങ്ങളിൽ വ്യാപരിക്കുന്ന പൈശാചിക കിങ്ഡമുണ്ട്. തലയെ യേശു കർത്താവ് കീഴടക്കി. ഇന്ന് ദേശങ്ങളിൽ വ്യാപരിക്കുന്ന വാലുകളെ കീഴടക്കാൻ ഞാൻ പറയുന്നത് സ്പിരിച്വൽ മണ്ഡലമാണ്, സ്പിരിച്വൽ ശക്തികളോടാണ്. ദേശങ്ങളിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളെ കീഴടക്കാൻ ദൈവസഭയ്ക്ക് അധികാരം കൊടുത്തു. എന്നെ കേൾക്കുന്ന സഭയെ, ദൈവസഭയ്ക്ക് അധികാരമുണ്ട്. ദൈവസഭയ്ക്ക് അധികാരമുണ്ട്. ഇത് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ കണ്ണ് പ്രകാശിച്ചാലേ പറ്റൂ. പക്ഷെ ഞാൻ ഇന്ന് ഇച്ചിരി കട്ടിക്ക് പറയാം, കണി നാളുകളില്ല. നമ്മൾ ഉറക്കം തൂങ്ങി നീ മനസ്സിലായി വരുമ്പോഴത്തേന് കാര്യങ്ങൾ കളഞ്ഞിരിക്കും. അല്ലെ അവൻ കയറി നിന്നെ പിടിക്കും. നീ പിന്നെ കറിഞ്ഞിട്ട് കാര്യമില്ല. ശൗല് പണത്തിന് വേണ്ടി കൊള്ളയ്ക്ക് കൈ നീട്ടി. അമാല്യക്ക് രാജാവായ ആഗാഗ് അവനെ പിടിച്ചോണ്ട് വന്നു. കൊല്ലാൻ പറഞ്ഞതാ, പിടിച്ചോണ്ട് വന്നു. എന്തോ പറ്റി? മരിക്കുമ്പോൾ അമാല്യക്ക് വെട്ടിക്കൊന്നു ശൗലിനെ. യോനാഥാൻ ആ യുദ്ധത്തിൽ പട്ടുപോയി. ശൗലിന്റെ മക്കള് ആ കുലം പട്ടുപോയി. അതുകൊണ്ടാണ് മോർദെഖായി പറയുന്നത്. മോർദെഖായി ആ കുലത്തിൽ വരുന്ന, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, ബെന്യാമീൻ ഗോത്രത്തിലെ ശൗൽ ഏത് ഗോത്രക്കാരനായിരുന്നു? ബെന്യാമീൻ ഗോത്രത്തിലെ കീഷിന്റെ മകൻ ശൗൽ. മോർദെഖായി എസ്തേറും ഏത് കുലത്തിലെയാ? ബെന്യാമീൻ ഗോത്രത്തിലെ കീഷിന്റെ മകനായ ശിമയുടെ മകനായ യായീരിന്റെ മകനായ മോർദെഖായി. എൻ്റെ കർത്താവ് പുതിയ നിയമസഭയ്ക്കകത്ത് വ്യാപരിക്കുന്ന, അല്ലെങ്കിൽ പുതിയ നിയമസഭയ്ക്കെതിരെ എഴുന്നേൽക്കുമെന്ന് അറിയാവുന്ന ദുരാത്മ ശക്തികളെ തകർത്ത് കളയാൻ കർത്താവ് എഴുന്നേൽപ്പിച്ചത് ബെന്യാമീൻ ഗോത്രത്തിലുള്ള ഒരു ശൗലിനെയാണ്. ശൗൽ എന്ന് പറയുന്നത് എബ്രായ നാമമാണ്. റോമൻ നാമമാണ് പോളായത്, പൗലോസായത്. സോളും പോളും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മീറ്റിങ്ങിനകത്ത് പറഞ്ഞത് അല്പം തെറ്റിപ്പോയി. പൗലോസ് ആക്കി എന്ന് പറഞ്ഞു. പക്ഷെ പൗലോസ് ആക്കിയല്ല. സോൾ എന്നുള്ളത് ഹീബ്രു നെയ്മാണ്, എബ്രായ നാമമാണ്. റോമൻ നെയ്മാണ് പോൾ എന്നുള്ളത്. ശൗല് പൗലോസായി, തന്നെ പൗലോസായി മാറി. തൻ്റെ ആ പേര് യൂസ് ചെയ്തു, അല്ലേ? അത് ഏത് ഗോത്രക്കാരനാ? ബെന്യാമീൻ ഗോത്രക്കാരൻ. കേട്ടോ, ഇതൊരു ചില്ലറ കാര്യമല്ല. കണക്കുകൾ മാത്രം പറയാൻ തന്നെ സമയമെടുക്കണം. കാരണം ബേസ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ബേസ്, ജീനിയോളജി അറിയണം, സ്പിരിച്വൽ മിസ്റ്ററി അറിയണം, ജിയോഗ്രാഫി അറിയണം. ജിയോഗ്രാഫി വരുന്നുണ്ടോ? ജിയോഗ്രാഫി അറിയണം. അടുത്തത് സയൻറ്റിഫിക്കൽ കാര്യങ്ങളുണ്ടെങ്കിൽ അറിയണം. അതിനകത്ത് വരുന്ന കലണ്ടറൊക്കെ. കൾച്ചർ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് അറിയണം. ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞത്, തുടക്ക സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? 8 രീതിയിൽ ബൈബിൾ പഠിക്കാം. 8 രീതികളിൽ ബൈബിൾ പഠിക്കാം. എന്നോടിത് പരിശുദ്ധാത്മാവ് എനിക്ക് പറഞ്ഞു തന്നതാണ്. ഞാൻ പലരോട് ഇത് പറയാൻ തുടങ്ങി. ബ്രദർ അത് വിട്ടേരാ, അതൊന്നും വേറെ കാര്യം പറ. ഞാൻ വിട്ടു. പക്ഷെ ഇതിൻ്റെ മിസ്റ്ററി ദൈവം തക്ക സമയം വെളിപ്പെടുത്തി തരിക. ഈ വിഷയം കഴിഞ്ഞ 3-4 മാസമായിട്ട് ദൈവാത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങിയത്. 3-4 മാസമായിട്ട്. ഈ ഇൻസിഡൻ്റ് എല്ലാം ഇങ്ങനെ വരുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇൻസിഡൻ്റ് ഇങ്ങനെ വന്നപ്പോൾ കൂടുതൽ കർത്താവ് റിവീലാക്കി തരിക. എൻ്റെ യേശു കർത്താവിൻ്റെ, അല്ലേ, പെസഹായുടെ അന്ന ഹാമാൻ കൊല്ലാൻ വരുന്നത്. പെസഹ സംഹാരത്തെ, അല്ലേ, മാറ്റിക്കളയുന്നതാണ്. പെസഹ മരണത്തെ മാറ്റിക്കളയുന്നതാണ്. എത്ര കണക്കാ? 7-ാം മാസം 10-ാം തീയതി, അല്ലേ? അതിനകത്ത് ഇന്നലെ ഞാൻ രാത്രി ഇരുന്ന് പഠിക്കുകയായിരുന്നു. ഇത്രയും ഏകദേശം 10 മണിക്കൂർ എടുത്തിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ റിസർച്ച് ചെയ്തെടുത്ത്. എൻ്റെ കർത്താവിൻ്റെ വചനം ആഴമാണ്, ഭയങ്കര ആഴമാണ്. ഇത് ദൈവസഭ തിരിച്ചറിഞ്ഞ് എടുക്കേണ്ട സീരിയസ്നെസ്സിൽ എടുത്തില്ലെങ്കിൽ, കേട്ടോ, ഞാൻ ആദ്യമേ പലരെയും പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇതാണ് ഫൗണ്ടേഷൻ. ഇന്ന് ആദ്യം തൊട്ട് ചോദിക്കാൻ തുടങ്ങുക. പക്ഷേ ജീനിയോളജി എന്ന് പറയുമ്പോൾ എവിടെയാ? പക്ഷേ കൾച്ചർ അതെങ്ങനെ? മോനെ, നിന്നോട് ഞാൻ പഠിക്കാൻ പറയുന്ന സമയത്ത് നാളുകൾ ക്ലാസ് എടുത്തപ്പോൾ ഈ ഫെബ്രുവരിയും മാർച്ചും
ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ദൈവസഭയ്ക്ക്. ഞാൻ പറയുന്ന വേർഡ് കേട്ടോ, ഫെബ്രുവരിയും മാർച്ചും ദൈവസഭയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും മാറിയിരിക്കണം. ദൈവസഭയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ഈ ഫെബ്രുവരിയും മാർച്ചും. അത് എന്നോട് ദൈവാത്മാവ് എന്നോട് പറഞ്ഞതാ. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലയിടത്തുനിന്നും മനസ്സിലാക്കാം, പല ദൈവദാസന്മാരോട് ദൈവം പറഞ്ഞു കൊടുത്തു, ഫെബ്രുവരിയും മാർച്ചും ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഫെബ്രുവരിയും മാർച്ചും നമുക്ക് ദൈവസന്നിധിയിലേക്ക് മടങ്ങിച്ചെല്ലാം. നമുക്ക് ഹോളി കമ്മ്യൂണിയൻ കൂടെ ഉണ്ട്. ഹോളി കമ്മ്യൂണിയൻ കൂടെ കണ്ടോ, എസ്തർ സഭയെ കാണിക്കുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാട്ടെ. എസ്തർ പറയുന്ന ഒരു വേർഡ് നിങ്ങളുടെ മുമ്പിൽ എടുത്തു വെക്കുക. എസ്തർ പറയുന്ന ഒരു വേർഡ്, മൊർദെഖായി പറയുന്ന ഒരു വേർഡ്. ആദ്യത്തെ വേർഡ് ഞാൻ പറയാം. മൊർദെഖായി പറഞ്ഞൊരു വേർഡ് രണ്ടുപേർക്കും ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ്. ആരെക്കുറിച്ചാ? തന്നെക്കുറിച്ചല്ല, തൻ്റെ ജനത്തെക്കുറിച്ച്. അങ്ങനെയുള്ളവൻ്റെ കൈകളിലെ ദൈവത്തിൻ്റെ ഉയർച്ച വരത്തുള്ളൂ. സ്വന്തം കിങ്ഡം ബിൽഡ് ചെയ്യാൻ ചിലർ കഷ്ടപ്പെടുക. അവർ കഷ്ടപ്പെട്ട് പരാജയപ്പെടത്തേയുള്ളൂ. പക്ഷെ ദൈവത്തിൻ്റെ കിങ്ഡത്തിന് വേണ്ടി നീ വില കൊടുക്കാമോ? ലീഡർഷിപ്പിൻ്റെ ഒന്നാമത്തെ വേർഡ് എല്ലെന്നാ അല്ലേ? ലീഡർഷിപ്പ് എന്നുള്ളതിൻ്റെ വേർഡിൻ്റെ, ലീഡർ എന്നുള്ള വേർഡിന് ഒന്നാമത്തെ വേർഡ് എന്തുവാ? എൽ സ്റ്റാൻഡ്സ് ഫോർ. ഞങ്ങൾ പഠിപ്പിക്കുന്ന ലൈഫ് ലൈറ്റ് പഠിപ്പിക്കുന്ന എന്തു അറിയാമോ? ലവ് ഗോഡ് ആൻഡ് ഹിസ് പീപ്പിൾ. അയ്യാ ഓർക്കുന്നുണ്ടോ? ലവ് ഗോഡ് ആൻഡ് ഹിസ് പീപ്പിൾ. ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിൻ്റെ ജനത്തെ സ്നേഹിക്കും. നമുക്ക് ദൈവരാജ്യത്തെ അല്ല, എൻ്റെ കിങ്ഡം ഇതിനകത്തൂടെ മെസ്സേജിൻ്റെ അകത്ത് എനിക്ക് എങ്ങനെ മെസ്സേജ് പറഞ്ഞ് എൻ്റെ കിങ്ഡം ബിൽഡ് ചെയ്യാം. മൊർദെഖായി സ്വന്തം ജനത്തിന് വേണ്ടിയിട്ടാണ് കരഞ്ഞത്. എസ്തർ പറഞ്ഞു, ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ, ഞാൻ പോകാമെന്ന്. ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ, തൻ്റെ ജനത്തിനു വേണ്ടി, സഭയ്ക്ക് വേണ്ടി. അങ്ങനെയുള്ളവരെ ദൈവം ഉയർത്തും. അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയാണ് ദൈവം ചിലരെ ഉയർത്തുന്നത്. നമ്മുടെ ചിന്തയും നമ്മുടെ കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ അല്ലാതായി തീരട്ടെ. എനിക്ക് എൻ്റെ കുടുംബം, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ കിങ്ഡം ഇതാണെങ്കിൽ ശുശ്രൂഷ ഉൾപ്പെടെ ഒരു സൈഡിൽ നിൽക്കും. പക്ഷെ ദൈവം നിന്നെ ഉയർത്തണമെങ്കിൽ നീ ദൈവരാജ്യത്തിൻ്റെ പിമ്പെ ഓടണം. ദൈവരാജ്യത്തിൻ്റെ പിമ്പെ നിന്റെ ആവശ്യങ്ങൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ദൈവം ചെയ്തു തരും. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കേട്ടോ. എനിക്ക് ദൈവം, ഞാൻ പെർഫെക്റ്റ് ആണെന്നോ ഞാൻ വലിയ ആളാണെന്നൊന്നും പറയും. എന്തെങ്കിലും ഞാൻ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ അപ്പൻ്റെ കൃപയാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞൊരു വേർഡ് ഞാൻ പറയട്ടെ. എന്നോട് ഒരാൾ വേർഡ് പറഞ്ഞ, കൃപയിൽ മറിഞ്ഞ് ഞാൻ പറയാം. എന്നോട് നമ്മുടെ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് എന്നോട് ഒരാൾ പറഞ്ഞ, ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരാൾ പറയാം, റോയിച്ച, എനിക്കൊരു കാര്യം മനസ്സിലായി. റോയിച്ചാൻ കർത്താവിന് വേണ്ടി ഓടിയതിൻ്റെയും അധ്വാനിച്ചതിൻ്റെയും ആ ചെയ്തതിൻ്റെ ഗുണം ആ വീട്ടിൽ അറിയാനുണ്ടെന്ന്. ആ വീട്ടിൽ അറിയാൻ ഒരാൾ പറഞ്ഞ, വീട്ടിൽ അറിയാനുണ്ട്. ഞാൻ നിങ്ങളെ ഒന്ന് എൻകറേജ് ചെയ്യുകയും കൂടെ ചെയ്യാം. ഒന്നിനും കഴിവില്ലാത്ത എന്നെ തമ്പുരാന് മാനിക്കാൻ പറ്റുമെങ്കിൽ കഴിവുള്ള നിങ്ങളെയോ, ക്വാളിഫിക്കേഷനുള്ള നിങ്ങളെയോ, അറിവുള്ള നിങ്ങളെയോ. മൊർദെഖായി എസ്തറിനോട് പറഞ്ഞ വേർഡ് കേൾക്കണോ? നീ പോകുമ്പം ഏത് കുലമാണെന്ന് അറിയിക്കരുത്. പക്ഷേ നീ ഏത് കുലത്തിലുള്ളവളാണെന്ന് മറന്നും പോകരുത്. കിട്ടിയോ? നീ ഏത് കുലമാണെന്ന് രാജാവിനെ അറിയിക്കരുത്, കൊട്ടാരത്തിൽ അറിയിക്കരുത്. പക്ഷേ നീ ഏത് കുലത്തിലുള്ളവളാണെന്ന് മറന്നും പോകരുത്. നിന്റെ അടിസ്ഥാനം നീ ഓർത്തോണം. നിന്റെ വചനത്തോട്, പരിശുദ്ധാത്മാവിനോട് അടിസ്ഥാനം ഓർത്തോണം. എസ്തർ പറയുന്ന വേർഡ്, രണ്ടാമത്തെ വേർഡ്, ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ, ഞാൻ രാജാവിൻ്റെ അടുക്കൽ പോകാം. എന്തുകൊണ്ടാണ് രാജാവിൻ്റെ അടുക്കൽ 30 ദിവസം ചെല്ലാൻ പെർമിഷൻ ഇല്ലാഞ്ഞ്? അല്ല, ഞാൻ ചരിത്രങ്ങളിൽ കൂടെ ഞാനത് കണ്ടു മനസ്സിലാക്കി. ഇന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. ഒക്കെ ഒത്തിരി പറയാൻ പോയ മണിക്കൂറുകൾ പോകും. പക്ഷെ ഇന്ന് പോയിന്റ് മാത്രം പറഞ്ഞു പോകും. ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. കരയുന്നവനെയും ജനത്തിന് വേണ്ടി കരയുന്നവനെ ദൈവം ഉയർത്തുന്നു. നമുക്ക് ദേശത്തിന് വേണ്ടി കരയാം, ബാംഗ്ലൂർ സിറ്റിക്ക് വേണ്ടി കരയാം, ദൈവസഭയ്ക്ക് വേണ്ടി കരയാം, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാം. ദൈവരാജ്യത്തിന് വേണ്ടി ദൈവം എങ്ങനെ കാണുന്നു അങ്ങനെ നമുക്ക് കാണാം. നമുക്ക് പ്രാർത്ഥിക്കാം. നോക്കിയേ, എന്തുമാത്രം കണക്കുകളാണ്, എന്തുമാത്രം കണക്ക്. നോക്കിയേ, സെയിം പ്ലേസാണ് ബ്രദറെ.
സെയിം പ്ലേസാണ്. നീലയും വെള്ളയും, ഇവിടെ നീലയും വെള്ളയും. കണക്കുകൾ കണ്ടോ, കണക്കുകൾ. ശബത്ത് 9/11 എസ്തറിൻ്റെ പുസ്തകത്തിലെ ശബത്ത്. പൂരീം ഫീസ്റ്റ് സെലിബ്രേഷൻ നടക്കുന്നതിന് മുമ്പേ എടാ ഹാമാൻ കൊല്ലപ്പെടുന്നതിൻ്റെ സെലിബ്രേഷൻ. ഹാമാൻ തകർന്നു, ജെനിസൈഡ്, വംശഹത്യക്ക് എഴുതി വെച്ചത് മാറി. ഇനി ഞങ്ങൾക്ക് ഉള്ളു തുറന്ന് സന്തോഷിക്കാം. ഇപ്പം സംഭവിച്ചത് എന്തുവാ? കഴിഞ്ഞ പ്രാവശ്യങ്ങളിലേക്കാട്ടിലും എല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഈ വെല്ലുവിളിക്കകത്തൂടെ സെലിബ്രേറ്റ് ചെയ്തു. ഈ വർഷമോ സഭയുടെ നാഥൻ്റെ വരവടുത്തു. ഇത് കാണിക്കുന്ന അടയാളം ഇസ്രയേലുമായിട്ട് സംബന്ധിച്ച് നടക്കുമ്പോൾ കാണിക്കുന്നത് സഭയുടെ നാഥനായ കർത്താവിൻ്റെ വരവടുത്തു. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സമയം ഒത്തിരി പോയി. നിങ്ങൾക്കിത് മനസ്സിലായോ? കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നോക്കി എന്തുമാത്രം ഡീറ്റെയിലാണ്. ഇതൊന്ന് പഠിപ്പിക്കണമെങ്കിൽ എനിക്ക് തോന്നും. ഞാൻ കഴിഞ്ഞ ദിവസം ഓർത്തു, നമ്മുടെ ആസാദി ചാനലിലെ ഫിന്നി പാസ്റ്ററോട് ഒന്നും കൂടെ പറയാം, കുറച്ച് കണക്കുകളും കൂടെ നമുക്കിവിടെ ഒരുമിച്ചൊന്ന് പറഞ്ഞാലോ. കാരണം ഒത്തിരി പേർ അറിയട്ടെ കേട്ടോ. ദൈവവചനം ഭയങ്കര ആഴമാണ്. കർത്താവ് നിങ്ങളെ ഓരോരുത്തരും സഹായിക്കട്ടെ. വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങാം. കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ കൃപയിൽ മറയാം. സ്റ്റോപ്പ്.